Hello friends, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 കപ്പ് പാല്, 2 കപ്പ് സേമിയ, 2 ടേബിൾ സ്പൂൺ ബദാം, 2 ടേബിൾ സ്പൂൺ മുന്തിരി, 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്, പിന്നെ വേണ്ടത് 1 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 കപ്പ് പഞ്ചസാര, ഒരു 10 ഏലക്ക, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ആദ്യം നമുക്ക് പാത്രം ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം ബലൂൺ പോലെ ആവുന്നവരെ വറുത്തെടുക്കാം. നമുക്കിത് ബലൂൺ പോലെ ആവും. അടുത്തതായി നമുക്ക് കാഷ്യൂ നട്ട് വറുത്തെടുക്കാം. ഇതൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തെടുക്കാം. ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. കുറച്ച് ബദാം വറുത്തെടുക്കാം. നമുക്കിത് കോരി മാറ്റാം. ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതൊരു മുങ്ങി നിൽക്കത്തക്ക വണ്ണം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മിൽക്ക് മെയ്ഡും പഞ്ചസാര ഇടുകയാണെങ്കിൽ 1/2 കപ്പ് വീതം മതി. പഞ്ചസാര മാത്രമാണെങ്കിൽ 1 കപ്പ് ചേർക്കുക. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്കമുന്തിരി, കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.